ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗോൾഡൻ ഫ്ലോററ്റ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയത് നെസ്ലയുടെ ചോക്ലേറ്റിൻ്റെ ബഞ്ച് ഓഫ് ബൊക്യൂട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ചോക്ലേറ്റൊക്കെ മാറ്റി നോക്കിയിട്ട്, ചോക്ലേറ്റും ഫ്ലവേഴ്സൊക്കെ മാറ്റി നോക്കിയിട്ട് സെയിം പാറ്റേണിൽ തന്നെ നമുക്കൊരു ബൊക്കെ ചെയ്തെടുത്താലോ. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെയിം ബ്ലാക്ക് കളർ ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്ലവർ വന്നിട്ട് ക്രീപ്പ് പേപ്പറിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. അതായത് ഇൻസൈഡിൽ ബ്ലാക്ക് കളറും ഔട്ടർ ലെയർ യെല്ലോ കളറും ആയിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസാണ്. മീഡിയം സൈസിൽ ഒരു 4 to 5 ഫ്ലവേഴ്സ് വരുന്ന കണക്കിനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അറേഞ്ച്മെൻറ്റ്സ് ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഒയാസിസിലാണ് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ കിട്ടും നമുക്ക്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. കളർ ചേഞ്ച് വേണമെങ്കിലോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചേഞ്ച് വേണമെങ്കിലോ അത് ചെയ്യാവുന്നതാണ്. നമുക്ക് ആഗ്രഹമുള്ള രീതിയിൽ ഇപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏത് ചോക്ലേറ്റ്സ് ആണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് ഫ്ലവേഴ്സ് ആണോ വേണ്ടത് അത് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാനും പറ്റും ഇങ്ങനത്തെ ബൊക്യൂട്ട്സൊക്കെ. അപ്പോൾ ഫ്ലവറിൻ്റെ സെറ്റിങ്സ് ഏകദേശം ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ ചോക്ലേറ്റ് ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെസ്ലയുടെ മിൽക്കി ബാറാണ്. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ മിൽക്കി ബാർ അറൗണ്ട് ഒരു 9 to 10 ആണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് ബൊക്കേക്ക് അത്രയാണ് വരുന്നത്. നമ്മൾക്ക് അപ്പോൾ ബൊക്കയുടെ പാറ്റേണിൽ അത് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് അറേഞ്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് കിട്ടുന്നത്. അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഔട്ടർ ലുക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ബൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഫ്ലവേഴ്സ്, ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ ചോക്ലേറ്റ് എല്ലാം നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഒരു ഔട്ട്ലുക്കാണ് കിട്ടുന്നത്. നമുക്ക് അവസാനം നമുക്ക് ബോർബൺ കെട്ടി കൊടുക്കാം. അതിപ്പോൾ ഫ്ലവേഴ്സിനും ചോക്ലേറ്റിനും ചേർന്ന കളറ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ അത് നമ്മുടെ പ്രിഫറൻസാണ് ആ കാര്യം. ഞാൻ കുറച്ചും കൂടി ചേരുന്നൊരു കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ബോയായിട്ട് കെട്ടിക്കൊടുക്കുക. ദെൻ നമ്മുടെ ബൊക്കെ, ചോക്ലേറ്റ് ബൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റത്തെ ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പിക്ചർ ഒന്ന് കണ്ടാലോ. എന്താ ഇങ്ങനെയായിരിക്കും വരുന്നതിൻ്റെ ഔട്ട്ലുക്ക് വന്നിട്ട്. അപ്പോൾ ഇതാണ് യെല്ലോ ഫ്ലവേഴ്സ് വിത്ത് വൈറ്റ് ചോക്ലേറ്റ് ബൊക്യൂട്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.